चतुष्षष्टितमोऽध्यायः। श्रीहरये नमः। ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പൊ നമ്മള് പാരായണം ഒന്ന് ഇവിടെ നിർത്തിവെച്ചിട്ട് പ്രഭാതത്തിലുള്ള പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് നവമസ്കന്ധത്തിലെ അംബരീഷിന്റെ ചരിത്രം, ഏകാദശി ദ്വാദശിയുടെ മാഹാത്മ്യം ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ബോംബെയില് കഞ്ചൂമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നതായിട്ടുള്ള കലച്ചേച്ചിയാണ്. കലാ ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. അമ്മയെ നമുക്ക് എല്ലാവിധ ആചാര മര്യാദകളോടും കൂടി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം. സന്നിഹിതരായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദശമസ്കന്ധത്തിലെ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നവമസ്കന്ധത്തിലെ 4ഉം 5ഉം അധ്യായങ്ങളിലായി പ്രതിപാദിച്ചിട്ടുള്ള അംബരീഷ ചരിതം എനിക്കാവും വിധം ഞാനൊന്ന് ഇവിടെ അനുസ്മരിക്കുവാൻ ശ്രമിക്കുകയാണ്. എല്ലാവരോടും ഒന്നുകൂടി അതിൻ്റെ വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ പൊറുക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. നവമസ്കന്ധത്തിലെ 4ഉം 5ഉം അധ്യായങ്ങളിലായിട്ടാണ് ഈ അംബരീഷ ചരിതം വിവരിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന, പൊതുവേ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്ന ഒരു കഥയാണിത്. അംബരീഷ മഹാരാജാവ് ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു, ദുർവാസാവ മഹർഷി ശപിച്ചു, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെറുപ്പകാലങ്ങളിലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണിത്. പക്ഷെ അതിന്റെ തത്വങ്ങളിലേക്ക് കൂടി ഒന്നുകൂടി നമുക്ക് അതിന്റെ വിശദമായി അതിലൊന്നുകൂടി നമുക്കത് അറിയാൻ ശ്രമിക്കാം. വൈവസ്വത മനുപുത്രനായ നഭക രാജാവിന്റെ പുത്രനായ ഭക്തോത്തമനായ നാഭാഗന്റെയും അദ്ദേഹത്തിന്റെ പുത്രനായ ഭക്തോത്തമനായ അംബരീഷ മഹാരാജാവിന്റെയും കഥയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. അംബരീഷ ചരിത്രത്തിന് മുന്നേ അദ്ദേഹത്തിന്റെ പിതാവായ നാഭാഗ രാജാവിന്റെ കഥ കൂടി നമ്മൾക്കൊന്ന് ചെറിയ തോതിലൊന്ന് ഇവിടെ അനുസ്മരിക്കാം. നഭകപുത്രന്മാരിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു കവി. അദ്ദേഹം കുറെ കാലം ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ ഇരുന്നു. അതായത് വേദപഠനം കഴിഞ്ഞ് പിന്നെയും അദ്ദേഹം കൂടുതലായ വേദപഠനത്തിനായി അവിടെ തന്നെ താമസിച്ചു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും കരുതി അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന് സ്വത്തൊന്നും ആവശ്യമുണ്ടാവില്ല എന്നും കരുതി അവർ പിതാവിന്റെ രാജ്യവും സ്വത്തുക്കളെല്ലാം തന്നെ അവർ തമ്മിൽ വിഭജിച്ചെടുത്തു. വേദപഠനമൊക്കെ കഴിഞ്ഞ് കവി തിരിച്ചു വരികയാണ്. എന്റെ ഭാഗം എവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പിതാവിനെയാണ് ഭാഗമായി നൽകിയത്. ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായി കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാകുന്നു ഇത്. പക്ഷേ ശുദ്ധനും നിഷ്കളങ്കനും ആയ കവിയാകട്ടെ യാതൊരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ കാണിക്കാതെ അവർ പറഞ്ഞ വ്യവസ്ഥ അംഗീകരിച്ചു. അതായത് പിതാവിനെ അദ്ദേഹം സന്തോഷപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചു, ഏറ്റെടുത്തു. പക്ഷെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാണ്, നിനക്ക് ഉപജീവനത്തിനുള്ള ഒരു പദാർത്ഥമൊന്നുമല്ല ഞാൻ. അതായത് അന്നത്തെ കാലത്ത് ഉപജീവന മാർഗം രാജ്യവും സ്വത്തുക്കളും, അതായത് നികുതി പിരിവ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇന്നത്തെ പോലെ പ്രൈവറ്റ് കമ്പനി, IT അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഉപജീവന മാർഗം അത് മാത്രമായിരുന്നു. അപ്പൊ പിതാവിനൊരു വിഷമമായി, കവി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. അതുകൊണ്ട് അദ്ദേഹം പുത്രനോട് പറഞ്ഞു, ഞാൻ നിനക്കുള്ള ഉപജീവന മാർഗമൊന്നുമല്ല, പക്ഷെ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് അങ്കിരസിന്റെ ഗോത്രത്തിൽപ്പെട്ട ഋഷിമാർ അവർ സത്രം നടത്തുകയാണ്.
അതായത് സത്രം സമാപിക്കുന്ന വേളയിൽ ചൊല്ലേണ്ടതായ വിശ്വദേവന്മാരെ സ്തുതിക്കുന്നതായ മന്ത്രം അറിയാതെ അവർ വിഷമിക്കുന്നു. നീ വേദം നന്നായി പഠിച്ചതാണല്ലോ, അവിടെ ചെന്ന് അവർക്ക് വേണ്ടതായ ആ മന്ത്രങ്ങളെല്ലാം സൂക്തങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് സത്രം പൂർത്തിയാക്കാൻ സഹായിക്കുക. സത്രം കഴിയുമ്പോൾ ബാക്കി വരുന്ന ധനമെല്ലാം തന്നെ അവർ നിനക്ക് ദാനമായി തരുന്നതായിരിക്കും. നിനക്ക് അത് ഉപജീവന മാർഗമായി ഉപകരിക്കും. കാരണം അന്നത്തെ കാലത്ത് സത്രം കഴിഞ്ഞ് ധാരാളമായി സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളൊക്കെ അവശേഷിക്കുന്ന എല്ലാം തന്നെ അവർ ദാനമായി കൊടുക്കുന്നതാണ്. കവി അത് അംഗീകരിച്ചു. അദ്ദേഹം പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ ചെന്നു. തുടർന്ന് ആ ബ്രാഹ്മണരെല്ലാം തന്നെ സത്രാനന്തരം വന്ന ധനമെല്ലാം തന്നെ കവിക്ക് ദാനമായി നൽകി. അവർ സ്വർഗം പ്രാപിച്ചു. ഈ ധനമെല്ലാം തന്നെ സ്വന്തമാണെന്ന് കരുതി കവി സ്വീകരിക്കുവാൻ ഒരുങ്ങവേ വടക്കുദിക്കിൽ നിന്നും ദിവ്യ തേജസ്സോടുകൂടിയ കൃഷ്ണവർണ്ണമുള്ള ഒരു പുരുഷൻ കവിയുടെ സമീപത്തേക്ക് വരികയാണ്. ഈ യജ്ഞഭൂമിയിൽ അവശേഷിച്ചതായി ധനമെല്ലാം തന്നെ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നായി ആ ദിവ്യ പുരുഷൻ. അല്ല, ഋഷിമാർ എനിക്ക് ദാനം തന്നതാണ് എന്നായി കവി. ശരി, എങ്കിൽ നമുക്ക് തന്റെ പിതാവിനോട്, ആ ദിവ്യപുരുഷൻ കവിയോട് പറയുകയാണ്, എന്റെ പിതാവിനോട് നമുക്കതൊക്കെ ചോദിച്ച് തീർച്ചപ്പെടുത്താം. കവി അത് അനുസരിച്ചു. അദ്ദേഹം പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. യജ്ഞഭൂമിയിൽ അവശേഷിക്കുന്നതായ എല്ലാം തന്നെ ശ്രീരുദ്രനായി കൊണ്ട് ഭാഗം വെച്ചതാണെന്ന് ദക്ഷാദ്വാരത്തിൽ തീർച്ചപ്പെടുത്തിയ സംഗതിയാണെന്നുള്ള ആ വസ്തുത ഈ പിതാവ് കവിയെ അറിയിക്കുന്നു. കവി തിരിച്ചു വരുന്നു ഇവിടത്തേക്ക്. വന്ന് വാസ്തവത്തിൽ ആ ശ്രീരുദ്രനായിക്കൊണ്ട് ഭാഗം വെച്ചതാണെന്ന് പിതാവ് പറഞ്ഞപ്പോൾ മാത്രമാണ് കവിക്ക് വ്യക്തമാകുന്നത്. അതായത് അവിടെ വന്ന ആ കൃഷ്ണ തേജസ്സുള്ള ദിവ്യ പുരുഷൻ മഹാദേവനാണെന്ന്. അദ്ദേഹം വേഗം തന്നെ വന്ന് മഹാദേവനെ സമീപിച്ച് ആ ധനമെല്ലാം തന്നെ ആ മഹാദേവന്റെ കാൽക്കൽ സമർപ്പിച്ച് അറിയാതെയാണെങ്കിലും ചെയ്തു പോയ അപരാധം ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ഇത്തരം ഭൗതികമായ ഈ സമ്പത്തെല്ലാം തന്നെ ത്യജിക്കുവാൻ കവിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാകുന്നു. അതായത് അദ്ദേഹത്തിന് ഭാഗമൊന്നും ലഭിച്ചതുമില്ല. ഭാഗം ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നാഭാഗൻ എന്ന് പേര് വന്നതായും പറയപ്പെടുന്നു. ഭാഗവും ലഭിച്ചില്ല. ഈ ധനമായി കിട്ടിയ സ്വത്തുക്കളും എല്ലാം തന്നെ അദ്ദേഹം മഹാദേവനായിക്കൊണ്ട് സമർപ്പിച്ചു. ഇവിടെ ഈ പിതാവിന് വേണമെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാതെ ഇരിക്കാമായിരുന്നു. അപ്പൊ കവിക്ക് അത് സ്വീകരിക്കാം, ദാനമായി കിട്ടിയത്. പക്ഷെ പിതാവ് പുത്രവാത്സല്യമൊന്നും തന്നെ കണക്കാക്കാതെ ശരിയായ ധർമ്മം പറഞ്ഞു കൊടുത്തു. അതേസമയം കവിയാകട്ടെ ഈ ധനത്തിലൊന്നും തന്നെ ആഗ്രഹം കാണിക്കാതെ എല്ലാം തന്നെ മഹാദേവനായി സമർപ്പിച്ചു. ഇതിൽ സംപ്രീതനായ മഹാദേവൻ കവിക്ക് അനശ്വരമായ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നു. തുടർന്ന് ആ ധനമെല്ലാം തന്നെ കവിക്ക് തന്നെ അദ്ദേഹം തിരിച്ചു നൽകുന്നു. ഇപ്രകാരം മഹാദേവന്റെ ഉപദേശത്തിലൂടെ, അതായത് തനിക്ക് നഷ്ടപ്പെട്ടതായ ഭൗതിക സമ്പത്തെല്ലാം തന്നെ ഈ സത്യസന്ധത, വിനയം, ധർമ്മം ഇത്യാദി ഗുണങ്ങളിലൂടെ അദ്ദേഹത്തിന് തിരിച്ചു ലഭിച്ചു. കൂടെ തന്നെ മഹാദേവൻ ഉപദേശിച്ചതായ ബ്രഹ്മജ്ഞാനവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. ഇപ്രകാരം മഹാദേവന്റെ സംപ്രീതി ലഭിച്ച ഈ കവിയുടെ, അതായത് നാഭാഗന്റെ പുത്രനാകുന്നു ഭക്തോത്തമനായ അംബരീഷ മഹാരാജാവ്. ഇത്രയും കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ശുഗമുനിയോട് ചോദിക്കുകയാണ്, പ്രതിവിധികളില്ലാത്തതായ ബ്രാഹ്മണ ശാപം, അതും ദുർവാസാവ് മഹർഷിയുടെ ശാപം ആരുടെ മേലെയാണോ പ്രയോഗിക്കപ്പെട്ടത്, ആ ശാപം അദ്ദേഹത്തെ സ്പർശിക്കുവാൻ പോലും സാധിക്കാതെ നിഷ്ഫലമായി ഭവിച്ചു എന്നാണല്ലോ പറയുന്നത്. ബുദ്ധിമാനായ ആ മഹർഷിയുടെ, ആ രാജർഷിയുടെ കഥ എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും എന്ന് പരീക്ഷിത് മഹാരാജാവ് അപേക്ഷിക്കുകയാണ്. അതനുസരിച്ച് ശ്രീ ശുഗമുനി ഇവിടെ അംബരീഷ ചരിതം വിശദീകരിക്കുകയാണ്. അംബരീഷൻ ദ്വീപുകളുടേക്കും അധിപൻ,
അതായത് അക്ഷയമായ സമ്പത്തുള്ള, ഭൂവി അതുലം വിഭവം ച എന്നാണ് പറയുന്നത്. അതായത് ഉപമയില്ലാത്തതായ ഐശ്വര്യം മുഴുവനും, സമ്പത്തും എല്ലാം തന്നെ സ്വായത്തമായ തികഞ്ഞ ചക്രവർത്തി. പക്ഷെ അദ്ദേഹം ഇതെല്ലാം തന്നെ നിസ്സാരമായി, സ്വപ്നതുല്യമായി മാത്രമാണ് അദ്ദേഹം കരുതിയത്. കാരണം ഇത്തരം ഭൗതികമായ ഐശ്വര്യങ്ങളിലൊന്നും എല്ലാം തന്നെ ക്ഷണഭങ്കുരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതൊന്നും അനുഭവിക്കുന്നതിലല്ല പുരുഷാർത്ഥ പ്രാപ്തി. അതായത് അദ്ദേഹം ഭഗവാൻ വാസുദേവനിലും സാധുക്കളായ പ്രജകളിലും മാത്രം അദ്ദേഹം പരമമായ പ്രേമം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈ വിശ്വം മുഴുവനും തന്നെ വെറും മൺകട്ടയ്ക്ക് തുല്യമായി മാത്രമാണ് അദ്ദേഹത്തിന് തോന്നിയത്. അനേക ജന്മങ്ങളിലൂടെ സിദ്ധിച്ച ഒരു സുഹൃത കൊണ്ട് മാത്രമേ ഇത്തരം വൈരാഗ്യം നേടാൻ സാധിക്കൂ എന്നുകൂടെ നമ്മളിവിടെ ഓർക്കേണ്ടതാകുന്നു. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്തതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന് പറഞ്ഞതുപോലെ അംബരീഷ മഹാരാജാവ് സകല ഇന്ദ്രിയങ്ങളും ഭഗവത് സേവക്കായി മാത്രം സമർപ്പിച്ചു. അദ്ദേഹം തന്റെ ഭഗവത് ഗുണാനുകീർത്തനങ്ങൾക്ക് മാത്രമായി എല്ലാ ഇന്ദ്രിയങ്ങളും സമർപ്പിച്ചു. അദ്ദേഹം അതായത് ക്ഷേത്രങ്ങളും പരിസരങ്ങളും എല്ലാം തന്നെ അദ്ദേഹം തന്നെ സ്വയം ശുചിയാക്കി. പിന്നെ ഭഗവാൻ അർപ്പിച്ചതായ ചന്ദനമാല്യങ്ങൾ അദ്ദേഹം ധരിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭഗവത് ഭക്തിയെ എടുത്തു കാണിക്കുന്ന വസ്തുതകളായി ഇവിടെ ഭാഗവതത്തിൽ വ്യാസമഹർഷി വിസ്തരിച്ചിരിക്കുകയാണ്. മാത്രമല്ല തന്റെ ഇത്തരം ഭഗവത് കാര്യങ്ങളിൽ മാത്രമല്ല അദ്ദേഹം ശ്രദ്ധ ചെലുത്തി, അതിന്റെ കൂടെ തന്നെ രാജ്യപരിപാലനവും അവിടുത്തെ പ്രഗത്ഭരായ മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം നടത്തിയെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. അനേകം അശ്വമേധ യാഗങ്ങൾ നടത്തി അദ്ദേഹം യാഗാനന്തരം ധാരാളം ധനം നൽകി. അങ്ങനെ രാജപരിപാലനവും ഭക്തിയോടൊപ്പം തന്നെ അദ്ദേഹം സമർത്ഥമായി കൈകാര്യം ചെയ്തു. യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളും തന്നെ അദ്ദേഹത്തോടൊപ്പം ഇതിലെല്ലാം തന്നെ പരിപൂർണമായ സമർപ്പണ ഭാവത്തോടുകൂടി പങ്കുകൊണ്ടു എന്നതും ശ്രദ്ധേയമായ കാര്യമാകുന്നു. ഇപ്രകാരം അദ്ദേഹത്തിന്റെ അനന്യമായ ഭക്തിയിൽ സംപ്രീതനായ മഹാവിഷ്ണു ആകട്ടെ സുദർശന ചക്രം അദ്ദേഹത്തിന് സമാനമായി നൽകി. അങ്ങനെയിരിക്കെ അംബരീഷ മഹാരാജാവ് തന്റെ പത്നിയുമൊത്ത് 1 വർഷം നീണ്ടു നിൽക്കുന്നതായ ദ്വാദശി വ്രതം അനുഷ്ഠിക്കുവാൻ ഒരുങ്ങുന്നു. അതായത് ദ്വാദശി വ്രതം എന്നത് നമ്മളെ ഏകാദശി വ്രതം എന്ന് പറഞ്ഞത് അതിലെ പ്രധാനം ദ്വാദശി നാളിലെ പാരായണ വീട്ടുന്നതും കൂടിയാണ്. അതായത് ദശമി ദിനം ഒരേ ഒരു നേരം മാത്രം ആഹാരം, ഏകാദശി ദിനം പരിപൂർണമായ ഉപവാസം, ദ്വാദശി ദിനം പൂജകളൊക്കെ കഴിഞ്ഞ് ആ ദ്വാദശി തിഥി അവസാനിക്കുന്നത് മുന്നേ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക, അതായത് പാരണ വീട്ടുക. ഇതാണ് ദ്വാദശി വ്രതത്തിന്റെ ചിട്ടകൾ. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന 11 കാര്യങ്ങൾ, അതാണ് ഇവ ചേർന്നതാണ് ഏകാദശം. ഇവയൊക്കെയാണ് നമ്മുടെ ധന കാമ ക്രോധ ലോഭ മോഹാദികളായ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ വ്രതങ്ങളിലൂടെ നമ്മുടെ സാധാരണ ഭക്ഷണക്രമത്തിൽ മാത്രമല്ല നമ്മുടെ മറ്റ് ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്കും ഒന്ന് സംയമനം വരുത്തുക, ഇതുകൂടിയാകുന്നു ഇതിന്റെയൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും. മാത്രമല്ല ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം നമ്മുടെ ഉപവാസം എടുക്കുന്നത് കൊണ്ട് കുറേയധികം നമുക്ക് ശരീരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് എന്നും തെളിയിച്ചു കഴിഞ്ഞ വസ്തുതയാകും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. എന്തായാലും വ്രതം അവസാനിക്കുന്നതായ കാർത്തിക മാസത്തിൽ അദ്ദേഹം ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശി നാളിൽ വിധിപ്രകാരം കാളിന്തി സ്നാനം ചെയ്തു മധുവനത്തിൽ വെച്ച് വിഷ്ണു പൂജയെല്ലാം ചെയ്ത് യഥാവിധി ഭഗവാനെ ആരാധിച്ച് തുടർന്ന് ബ്രാഹ്മണർക്ക് അദ്ദേഹം ധാരാളം ദക്ഷിണ നൽകി. അതായത് സ്വർണം പൂശിയ കൊമ്പും വെള്ളി ഘടിപ്പിച്ചതായ കുളമ്പും പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ധാരാളം പാല് നൽകുന്നതായ അനേകം പശുക്കളെ, അതായത് 60 കോടി പശുക്കളെ ദാനമായി നൽകി എന്നതൊക്കെയാണ് ഇവിടെ ഭാഗവതത്തിൽ
അദ്ദേഹത്തിന്റെ ദാനധർമാദികളെ എടുത്തു കാണിക്കുന്ന വസ്തുതകളായി പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം വിഭവസമൃദ്ധമായ ഭോജനം നൽകി, ആ ബ്രാഹ്മണർക്കെല്ലാം തന്നെ നൽകി. അവരുടെ അനുമതിയോടുകൂടി പാരായണ കഴിക്കാൻ, അതായത് വ്രതസമാപ്തിക്കായി ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും ആ കറക്റ്റ് ആ മുഹൂർത്തത്തിൽ തന്നെ ദുർവാസവ മഹർഷി അവിടെ ആഗതനായി. സാക്ഷാൽ ശ്രീരുദ്രന്റെ അംശാവതാരമാകുന്ന ദുർവാസവ മഹർഷി എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ മുൻകോപം എന്നൊക്കെ പറയപ്പെടുന്നതാണത്. എന്നിരുന്നാലും രാജാവ് അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ച് എല്ലാം പൂജ ചെയ്ത് നമ്മുടെ ഭിക്ഷ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഈ രാജാവിന്റെ ആതിഥ്യമെല്ലാം തന്നെ ദുർവാസവ മഹർഷി സന്തോഷപൂർവ്വം സ്വീകരിച്ച് കാളിന്തിയിൽ കുളിദേവാരങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം ഗമിച്ചു. മന്ദം ജഗാമ യമുനാം എന്നാണ് ഇതിൽ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയുന്നത്. അദ്ദേഹം കരുതിക്കൂട്ടി സാവകാശം പോയി അവിടെ കുളിദേവാരങ്ങളൊക്കെ ചെയ്തു എന്നും കൂടി നമ്മൾക്കൊരു സംശയം തോന്നാം. അതുമായിരിക്കാം. ഇവിടെയാണെങ്കിൽ ആകട്ടെ രാജാവ് മഹർഷിയുടെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ദ്വാദശി കഴിയുവാനാണെങ്കിൽ ഇനി ഒരു നാഴിക മാത്രമേ ബാക്കിയുള്ളൂ. മഹർഷിയാണെങ്കിൽ ഇനിയും മടങ്ങി വന്നിട്ടില്ല. ആ ദ്വാദശി തിഥി കഴിയുന്നതിനു മുന്നേ വ്രതസമാപ്തി ചെയ്തില്ലെങ്കിൽ തനിക്ക് മാത്രമല്ല രാജ്യത്തിനും പ്രജകൾക്കും എല്ലാവർക്കും തന്നെ അത് ദോഷമാണല്ലോ. സമയമാണെങ്കിൽ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹർഷിയെ അവസാനം അദ്ദേഹം ധർമ്മസങ്കടത്തിലായ അദ്ദേഹം അവിടെയുള്ള മുനിമാരോടൊക്കെ ആലോചിച്ച് അതിനെന്താണ് പോംവഴി എന്ന് അദ്ദേഹം അവരോട് അന്വേഷിച്ചത്. അതായത് അപ്പോൾ മുനിമാർ അദ്ദേഹത്തോട് ഉപദേശിക്കുകയാണ്, ജലപാനം ചെയ്ത് വ്രതസമാപ്തി വരുത്താം, എന്നാൽ മഹർഷിയെ ഊട്ടിയതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാം. കാരണം ജലപാനം ചെയ്യുക എന്നത് ഭക്ഷണം കഴിച്ചതായും കഴിക്കാത്തതായിട്ടും വേദജ്ഞർ പറയുന്നു. അപ്രകാരം അദ്ദേഹം ഹരിയെ സ്മരിച്ചും കൊണ്ട് തുളസീർ തീർത്ഥം പാനം ചെയ്ത് വ്രതസമാപ്തി വരുത്തി മഹർഷിയുടെ വരവനായി പ്രതീക്ഷിച്ചിരുന്നു. കുളിദേവാരങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ മഹർഷി ആകട്ടെ മഹർഷിയെ അദ്ദേഹം വീണ്ടും ആദരവോടെ സൽക്കരിച്ച് വന്ദിച്ചു. പക്ഷെ തന്നെ കൂടാതെ മഹാരാജാവ് പാരണ വീട്ടിലെ കാര്യം മനസ്സിലാക്കി ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കിയ മഹർഷി ആകട്ടെ കോപാകുലനായി. മഹർഷിയുടെ ഭാവപകർച്ച കണ്ട് പരിഭ്രമം കൊണ്ട രാജാവ് തൊഴുകൈകളോടെ വിനയപൂർവം അദ്ദേഹം നിന്നതേയുള്ളൂ. ഐശ്വര്യത്താൽ ഉന്മാദം കൊണ്ട ഈ രാജാവ് ചെയ്തതിന്റെ ഫലം, ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷി തന്റെ ജടയിൽ നിന്നും പിഴുതെടുത്ത് അതിൽ നിലത്ത് ആഞ്ഞടിച്ചു. അതിൽ നിന്നും പ്രളയ കാലാഗ്നി പോലെ ജ്വലിക്കുന്ന കൃത്യ എന്ന ദുർദേവതയെ അംബരീഷിനെ ഹനിപ്പാനായി നിയോഗിച്ചു. ജ്വലിക്കുന്നതും കയ്യിൽ വാളും ഏന്തിക്കൊണ്ട് ഭൂമിയെ വിറപ്പിച്ചും കൊണ്ട് തന്റെ നേർക്ക് ശീഘ്രമായി വന്നെടുക്കുന്ന ആ കൃത്യയെ കണ്ടിട്ടും അംബരീഷ മഹാരാജാവ് നിന്നിടത്തു നിന്നും അദ്ദേഹം അനങ്ങിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ. അദ്ദേഹം ശ്രീഹരി സ്മരണയിൽ ലയിച്ചു നിന്നു. ഈ സന്ദർഭത്തിൽ തന്റെ ഭക്തന്റെ രക്ഷയ്ക്കായി ശ്രീഹരി സമ്മാനിച്ചതായ ആ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ട് ആ കൃത്യ എന്ന ദുർദേവതയെ ഹനിച്ചു. തുടർന്ന് ദുർവാസാവ് മഹർഷിയുടെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ മാത്രമാണ് ദുർവാസാവ് മഹർഷിക്ക് മനസ്സിലായത് തന്റെ ശാപം നിഷ്ഫലമായി എന്ന്. പ്രാണരക്ഷാർത്ഥം അദ്ദേഹം പർവ്വതങ്ങൾ, ഗുഹകൾ, ആകാശം, സമുദ്രം, ഭൂമി തുടങ്ങിയ സകല ലോകങ്ങളിലും അഭയം തേടിയെങ്കിലും അവിടെയെല്ലാം തന്നെ സുദർശന ചക്രം തൊട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹത്തെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ആദ്യം ബ്രഹ്മാവിന്റെ അടുക്കലെത്തുകയാണ്. മഹാവിഷ്ണുവിന്റെ തേജോ സ്വരൂപമായ സുദർശന താപത്തിൽ നിന്നും രക്ഷിക്കുവാൻ താൻ അശക്തനാണ് എന്ന് ബ്രഹ്മാവ് കൈയൊഴിഞ്ഞു. തുടർന്ന് കൈലാസത്തിലെത്തി ശ്രീരുദ്രനെ, മഹാദേവനെ ശരണം പ്രാപിച്ചു.
ഹരിയുടെ സങ്കല്പത്തിനെതിരായി പ്രവർത്തിക്കാൻ താൻ അശക്തനാണെന്ന് മഹാദേവനും മഹർഷിയെ അറിയിച്ചു. എന്തായാലും ഈ സുദർശന ചക്രത്തിന് ഉടമയായ ആ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കുമെന്ന് എന്ന മഹാദേവന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി ഭഗവാന്റെ കാൽക്കൽ വീണ് രക്ഷിക്കാനായി അപേക്ഷിക്കുകയാണ്. ഇവിടെ ഭഗവാൻ തന്റെ ഭക്തരോട്, വാത്സല്യനിധിയായ ഭഗവാൻ തന്റെ ഭക്തരെ കുറിച്ച് ഒരു 9 ശ്ലോകങ്ങളിലായി അടുത്ത് ഭഗവാൻ വാച എന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജ സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തൈർ ഭക്തജനപ്രിയ. അദ്ദേഹം ആ മുനിശ്രേഷ്ഠനോട് പറയുകയാണ്, നോക്കൂ, ഞാൻ ഞാൻ ഈ ഭക്തരുടെ സ്നേഹപാശത്താൽ ഞാൻ ബന്ധിതനായിരിക്കുകയാണ്. അതായത് അവരെന്നെ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഇഷ്ടാനുസരണം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. തുടർന്ന് അദ്ദേഹം ഭക്തന്മാരുടെ മഹിമയെക്കുറിച്ച് പറയുകയാണ് ഭഗവാൻ. ഭക്തന്മാർ എന്നെ മാത്രം ഏകാശ്രമമായി കരുതുകയാണ്. മാത്രമല്ല, അവർ തന്റെ ആത്മാവ് എല്ലാത്തിനേക്കാളും അവർ മുക്തി പോലും പ്രതീക്ഷിക്കാതെ എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ് അവർ. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തരെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? അതുകൊണ്ട് തന്നെ എന്നെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ഈ ശ്രീ മഹാലക്ഷ്മി പോലും, മഹാലക്ഷ്മിയെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവരാകുന്ന ഈ ഭക്തന്മാർ, ഇവിടെ അദ്ദേഹം തന്നേക്കാൾ ഉയരത്തിൽ ഭക്തർക്ക് സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ഏതായാലും തൽക്കാലം ഈ സുദർശന ചക്രം അംബരീഷ മഹാരാജാവിന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അതിൽ യാതൊരു സ്വാധീനവും ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ അംബരീഷിനെ തന്നെ ശരണം പ്രാപിക്കുമെന്ന് ഭഗവാൻ ശ്രീഹരിയുടെ നിർദ്ദേശമനുസരിച്ച് ദുർവാസവ മഹർഷി തിരിച്ച് അംബരീഷ മഹാരാജാവിന്റെ അടുക്കൽ തന്നെ തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ കാൽ വീണ് നമസ്കരിക്കാൻ ശ്രമിക്കവേ ഇതിൽ ലജ്ജിതനാകുകയാണ് അംബരീഷ മഹാരാജാവ്. മഹാനായ ഋഷിവര്യനോട് തന്റെ ഋഷിവര്യൻ തന്റെ പാദം സ്പർശിച്ച ലജ്ജിതനായ അദ്ദേഹം സുദർശന സ്തുതി ചെയ്യുകയാണ്. അംബരീഷ മഹാരാജാവിന്റെ ഈ സ്തുതിയിൽ ആദ്യമൊന്നും സുദർശന ചക്രം ശമിച്ചില്ല. തുടർന്ന് അദ്ദേഹം ശബദപൂർവം അദ്ദേഹം സ്തുതിക്കുകയാണ്. അതായത്, ഞങ്ങളുടെ കുലത്തിന് ഭാഗ്യമുണ്ടാകുവാനായി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ രക്ഷിച്ചാലും, കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും നാശം നേരിടുന്ന പക്ഷം എനിക്കും എന്റെ രാജ്യത്തിനും എല്ലാം തന്നെ അത് ദോഷകരമായി ഭവിക്കും, എന്റെ കുലത്തിനെല്ലാം തന്നെ ദോഷമായി ഭവിക്കും. അതിനാൽ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ രക്ഷിച്ചാലും എന്ന് ശപഥപൂർവ്വം അദ്ദേഹം സുദർശന സ്തുതി ചെയ്യുന്നതിലൂടെ സുദർശന ചക്രം ശമിക്കുന്നു. തുടർന്ന് ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിന്റെ അതായത് അംബരീഷ മഹാരാജാവിന്റെ കീർത്തി എല്ലായിടത്തും പ്രാപിക്കുമെന്ന്, എല്ലായിടത്തും ലോകത്തിലെല്ലായിടത്തും അംബരീഷ മഹാരാജാവിന്റെ കീർത്തി വ്യാപിക്കട്ടെ എന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ചും കൊണ്ട് അദ്ദേഹം ദുർവാസാവ് മഹർഷി തുടർന്ന് സ്വർഗം പ്രാപിച്ചു. ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതായ എന്നൊരു കാര്യം, അതായത് ഈ സുദർശന ചക്രത്തെ ഭയന്ന് ദുർവാസാവ് മഹർഷി 3 ലോകങ്ങളിലും പോയി തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം 1 വർഷം തന്നെ ഒരു വർഷക്കാലം, 1 സംവത്സരം കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം മഹാരാജാവ് ജലപാനം മാത്രം ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ ദുർവാസാ മഹർഷി തിരിച്ചെത്തും എന്നുള്ള ആ ഒരു ദൃഢമായ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ വിനയാന്വിതനായി അദ്ദേഹത്തെ കാത്തിരുന്നു. മഹർഷി തിരിച്ചു വന്ന് അദ്ദേഹത്തിന് നല്ല ഭക്ഷണം നൽകി, കാരണം വീട്ടി. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം അംബരീഷ മഹാരാജാവ് കുറെ കാലം നന്നായി വളരെ കീർത്തിയോടുകൂടി രാജ്യം ഭരിച്ച് തന്റെ രാജ്യഭാരമെല്ലാം തന്നെ ജീവിത സായാഹ്നത്തിൽ രാജ്യമെല്ലാം തന്നെ
തന്റെ പുത്രന്മാരെ ഏൽപ്പിച്ച് അദ്ദേഹം വനത്തിലേക്ക് യാത്രയായി. അവിടെ അദ്ദേഹം ഭഗവത് പ്രാപ്തി സിദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ അംബരീഷ മഹാരാജാവിന് സിദ്ധിച്ചതായ, അതായത് തന്റെ ഈ 9ാമത്തെ അധ്യായത്തിൽ അധികവും ഈശാനു കഥകൾ, അതായത് പ്രഗത്ഭരായ രാജാക്കന്മാരെല്ലാവരും തന്നെ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതായ പല വൈതരണികളും ഭഗവത് ഭക്തിയിലൂടെ അത് മനോധൈര്യത്തോടുകൂടി നേരിട്ട് മുന്നേറി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അംബരീഷ മഹാരാജാവിന് സിദ്ധിച്ചതായ ആ അനന്യമായ ഭക്തിയിലൂടെ, അതായത് അചഞ്ചലമായ ഭക്തിയിലൂടെ സമചിത്തത കൈവരിച്ച് നമുക്കും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതായ എല്ലാ വൈതരണികളും, എല്ലാ അതായത് വിഷമഘട്ടങ്ങളും ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾക്ക് അത് നേരിട്ട് മുന്നേറുവാൻ ഭഗവാൻ വാസുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ ചെറിയ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒന്ന് ക്ഷമിക്കണം. എല്ലാവരെയും ഒന്നുകൂടി നമിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മനു തിരുമേനിയെ ഒന്നുകൂടി ഞാൻ നമിക്കുകയാണ്. കാരണം ഇവിടെ പരിചയപ്പെട്ടത് ഇവിടെ കഞ്ചൂർ മാർഗിൽ ഭാഗവത സപ്താഹ സമയത്ത് പരിചയപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ളതായ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഹസ്ബൻഡ് പൊതുവെ മൂപ്പര് ഇതിൽ ഏതാണ് പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ഇങ്ങനെ വെറുതെ പോയി തൊഴുതു വരുന്ന കാര്യത്തില് വിശ്വാസം പുലർത്താത്ത ആളാണ് എന്റെ ഹസ്ബൻഡ്. അദ്ദേഹം അവസാന സമാപന ദിവസം വന്നു മനു തിരുമേനിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം മുഖ്യമായി പറഞ്ഞത് ഭാവശുദ്ധി. ആ ഭാവശുദ്ധി എന്നുള്ള ആ ഒരു പോയിന്റ് എപ്പോഴും എനിക്കും ഈ ഭാഗവതം എപ്പോഴും ഞാൻ വായിക്കുന്ന സമയത്തും എന്റെ മനസ്സിലോടി എത്തുന്ന ഒരു കാര്യമാണ്. എന്റെ ഹസ്ബൻഡ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രഭാഷണം ചെയ്തു കഴിഞ്ഞെങ്കിൽ എങ്ങനെ, അതായത് പൊതുവേ ഒരു ചൊല്ലുണ്ട്, അതായത് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് നമ്മള് ധനസമ്പാദനം കൂടിയാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഇദ്ദേഹം പ്രഭാഷണം ചെയ്തു കഴിഞ്ഞാൽ, അതായത് വെറുതെ പൂജ ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല, നമ്മുടെ മനസ്സ് ശുദ്ധിയാകണം എന്നൊക്കെയാണല്ലോ അദ്ദേഹം എടുത്ത് പറയുന്നത്. പക്ഷെ എന്റെ ഹസ്ബൻഡ് പറയുന്നത് ഇങ്ങനെയൊക്കെ പ്രഭാഷണം ചെയ്ത് ഇദ്ദേഹത്തിന് എവിടെ അമ്പലത്തിന് എവിടെ പൈസ കിട്ടും, ഇദ്ദേഹത്തിന് എവിടെ പൈസ കിട്ടും എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മനു തിരുമേനിയുടെ പ്രഭാഷണത്തിലെ മനു തിരുമേനിയുടെ സപ്താഹം വളരെ ഒരു വ്യത്യസ്ത. അതേപോലെ തന്നെ പച്ചക്കണ്ണാടിയുടെ കാര്യം പറഞ്ഞത് എപ്പോഴും എനിക്ക് ഓർമ്മ വരും. അതായത് നമ്മൾ നന്നായി കഴിയുമ്പോൾ നമ്മൾക്ക് ലോകം മുഴുവനും, നമ്മുടെ മനസ്സ് ശുദ്ധിയായി കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മൾക്ക് വളരെ പരിശുദ്ധമായിട്ടും വളരെ തെളിഞ്ഞതായിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും നമ്മൾക്ക് കാണാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് എപ്പോഴും എന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തമാണ്. അതേപോലെ തന്നെ പിന്നെ ഇതിന് അവസരം തന്നെ, അതായത് ഇവിടെ പറയാൻ, അതായത് എനിക്ക് ഇത് ഇന്നലെ പറയേണ്ടതായിരുന്നു ഇത് പ്രഭാഷണത്തിന്റെ ക്രമപ്രകാരം വരുന്നത്. എന്നിരുന്നാലും എനിക്ക് ഒരു യാത്രയിലായതുകൊണ്ട് ഇന്നലെ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നത്തെ ദിവസം അവസരം തരാമെന്ന് പറഞ്ഞ് എനിക്ക് പ്രോത്സാഹനം തന്നതിന് അദ്ദേഹത്തെ പ്രത്യേകം ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. അന്ന് ഇവിടെ കണ്ടതിന് ശേഷം കാണാൻ പറ്റിയതുമില്ല. ഇതേപോലെ ഇതിലെ എല്ലാ ഭാഗവത സജ്ജനങ്ങളെയും ഭാഗവത സുഹൃത്തുക്കളെയും നേരിട്ട് കാണുവാൻ ഭഗവാൻ ഒന്നുകൂടി എനിക്ക് അവസരം തരട്ടെ. ഇത് നമ്മളിപ്പോ ഇതിൽ ഓൺലൈനിൽ മാത്രം ഇത്രയും എന്റെ സുഹൃത്തുക്കളും ഇത്രയും സജ്ജനങ്ങളെ പരിചയപ്പെടുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവരും നേരിട്ട് കാണുവാൻ ഒരു അവസരം മനു തിരുമേനിയിലൂടെ ഭഗവാൻ നമുക്ക് സാധ്യമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനകളിലൂടെ ഒന്നുകൂടി എല്ലാവരും നമിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരിയോ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്രയും നേരം അംബരീഷനിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയ കലച്ചേച്ചി, എന്തൊക്കെയായാലും ഇതിപ്പോ മാറ്റി വെച്ചിരുന്നെങ്കിൽ വലിയ നഷ്ടമായാണ്. ഇന്നലെ ആയിരുന്നല്ലോ അംബരീഷൻ, ഇന്നല്ലേ പറയണ്ടേ? ഇനിയില്ല, എല്ലാ പ്രകരണങ്ങളും ഭഗവാന്റെ ഏത് സമയത്തും പറയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പല ചിട്ടകൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക അല്ലേ? പണ്ട് നമ്മൾ നാരായണീയ ആരതി പാടാത്ത എന്താ? നാരായണീയത്തിന് ഇതല്ലല്ലോ വന്ദന ശ്ലോകങ്ങള്
എന്നൊക്കെ അമ്മമാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അങ്ങനെ ഒന്നിനും ഒരു നിർബന്ധം, എല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥകൾ. അപ്പം എപ്പോഴാണോ അമ്മമാർക്ക് സൗകര്യമാകുന്നത് അപ്പോൾ ആയിക്കോട്ടെ, അപ്പ പറയട്ടെ, അല്ലേ? ഒഴിവാക്കുന്നതിലും നല്ലതല്ലേ? ഇപ്പൊ നമുക്ക് ഇന്നലെ ആണെങ്കിൽ ഇന്നലെ ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി നമുക്കിത് കേൾക്കാൻ സാധിക്കുകയാണ്? ഒരിക്കലുമില്ല. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ ഭാവശുദ്ധി എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. അവിടെ നമ്മളെല്ലാത്തിനും ഒരു പ്രത്യേക ഗൗരവം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഈശ്വരനാണ് നടത്തുന്നതെങ്കിൽ പിന്നെ നമുക്കെന്താ അവിടെ അധികാരം? ഓരോ കാര്യങ്ങളിലും. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. രാവിലെ സുപ്രഭാതത്തില് ഉള്ള ഈ ഒരു ഭാഷണം വലിയൊരു ഉണർവ് നമുക്ക് നൽകി, അല്ലേ? ഏറ്റവും എടുത്തു പറയാനുള്ളത് നല്ല അടുക്കോടുകൂടിയ പോയത്. ഇടയ്ക്കൊരു ഗ്യാപ്പോ ഒന്നുമില്ലാതെ ഇങ്ങനെ മുത്തശ്ശിമാര് കഥ പറഞ്ഞു തരുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ട് അംബരീഷിന്റെ ചരിത്രം, അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള തത്വം ഒക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഏത് ചെറിയ പ്രഭാഷണങ്ങളിലാണെങ്കിൽ പോലും വലിയൊരു കീ അതിനകത്തുണ്ടാവും. ആ കീ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നിർണായകമായിട്ട് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പം അംബരീഷ് ചരിതം വായിച്ചു എന്നിരിക്കട്ടെ, ഇത് കിട്ടിക്കോളും നിർബന്ധമില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ചൂണ്ടിക്കാണിക്കുമ്പം എന്തായാലും അതൊക്കെ ഭഗവാന്റെ കാരുണ്യം. ഇനിയും ധാരാളം അമ്മയ്ക്ക് പ്രഭാഷണങ്ങളായിട്ടും പാരായണമായിട്ടും അതിലുപരി ഈ ജീവിതത്തിൽ ആയുസ്സോളം നാമം ജപിക്കുവാനും നല്ല മനസ്സോടുകൂടി എല്ലാവരോടും പെരുമാറാനും ഒക്കെ സാധിക്കട്ടെ. ധാരാളം അവസരങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം.